ആംഗിൾ സെക്ഷൻ്റെതാണ്. ഡിസൈൻ ആൻഡ് ആംഗിൾ പേർലിൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. സ്പേസിംഗ് ഓഫ് ട്രസ് 3.5 meter, spacing of purlin 1.5 meter, weight of galvanized sheet including lap and fixtures 130 Newton per meter square, live load 1 kilonewton per meter square, bin load 1 kilonewton per meter square, inclination of main rafter with a horizontal 28 degree. ഇപ്പോൾ ആംഗിൾ സെക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മുന്നേ ഐ സെക്ഷനും ചാനൽ സെക്ഷൻ ചെയ്തിട്ട് ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആംഗിൾ സെക്ഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ഡേറ്റ എഴുതുക. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് സെക്ഷൻ. നമ്മളൊരു സെക്ഷൻ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ആംഗിൾ സെക്ഷനിൽ ഏതാണ് എടുക്കുന്നതെന്ന് നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അത് ചൂസ് ചെയ്യാൻ വേണ്ടി ലോങ് ലെഗും ഷോർട്ട് ലെഗും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ലോങ് ലെഗ് നോക്കാം. ലോങ് ലെഗ് നോക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് മിനിമം ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/45. ഇത് ചെയ്യുമ്പോൾ ലോങ് ലെഗ് നമുക്ക് കിട്ടും. L ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 3.5 ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുക. 3.5 × 10⁻³ /45. അത് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ലെഗിൻ്റെ വാല്യൂ കിട്ടും. 77.77 ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഞാനത് അസ്യൂം ചെയ്യുന്നു 100 mm ആണ്. നെക്സ്റ്റ് ഷോർട്ട് ലെഗ് അല്ലെങ്കിൽ മിനിമം വിഡ്ത്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് L/16 ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 58.33 ആണ്. അതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 60 ആയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ 100 × 60 എന്ന് പറയുന്ന ഒരു സെക്ഷൻ കിട്ടി. ഇനി സ്റ്റീൽ ടേബിളിൽ പോയിട്ട് അങ്ങനെ ഒരു എന്തായാലും 100 × 60 ഒരു സെക്ഷൻ കാണും. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 തിക്നെസ് ഉള്ള ഒരു സെക്ഷൻ ആയിരിക്കും തന്നേക്കുന്നത്. അതിലൊന്നും ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ആംഗിൾ സെക്ഷനാണ്. ഈ പോർഷനാണ് ലോങ് ലെഗ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഷോർട്ട് ലെഗാണ് 160. ഞാൻ 6 mm ആണ് തിക്നെസ് ആയിട്ട് എടുത്തത്. പക്ഷേ ഞാൻ എടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 100 × 60 × 6 mm. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷൻ ക്ലാസിഫിക്കേഷനാണ്. പ്ലാസ്റ്റിക് ആണോ സെമി കോമ്പാക്റ്റ് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് കണ്ടീഷൻ B/T കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ആംഗിൾ സെക്ഷനാണ്. ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ട് ഇതുവരെ എടുത്ത അതേ പാറ്റേണിലല്ല എടുക്കുന്നത്. ടേബിൾ 2ൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആംഗിൾ കംപ്രഷൻ ഡ്യൂ ടു ബെൻഡിങ് ബോത്ത് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ B/Tയും D/Tയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ B/T D/T കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. B/T കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 10.83 ആണ് കിട്ടിയത്. അതുപോലെ D/T ചെയ്തപ്പോൾ 16.67. നേരെ നമുക്കിവിടെ നോക്കാം. 10 പോയിൻറ്റും 16 പോയിൻറ്റും ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ 10.5നും 15.7നും ഇടയിലുള്ള വാല്യൂ ആണ്. ആയതുകൊണ്ട് തന്നെ ഇത് സെമി കോമ്പാക്റ്റ് സെക്ഷൻ ആണെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് സെമി കോമ്പാക്റ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് ക്രിട്ടിക്കൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ക്രിട്ടിക്കൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് തന്നിട്ടുണ്ട് 130 Newton/m². പേളിൻ്റെ സെൽഫേറ്റ് തന്നിട്ടില്ല എങ്കിലും നമ്മൾ ആ ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് എത്രയാണോ അത് തന്നെയാണ് പേളിനായിട്ട് എടുത്തിട്ടുണ്ട് 130 Newton/m². ദെൻ ടോട്ടലി കിട്ടിയ ഡെഡ് ലോഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന Newton/m² ആണ്. അപ്പോൾ അത് പെർ മീറ്ററിലാക്കാൻ വേണ്ടി വീണ്ടും അതിൻ്റെ സ്പേസിങ് കൊണ്ട് ഇൻറ്റു ചെയ്തു. സ്പേസിങ് 1.5 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇനി ലൈവ് ലോഡ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതും kN/m² ആണ്. അതിനെയും പെർ മീറ്ററിലാക്കാൻ വേണ്ടി സ്പേസിങ് കൊണ്ട് ഇൻറ്റു ചെയ്തു. സെയിം തന്നെയാണ് വിൻഡ് ലോഡും. വിൻഡ് ലോഡ് 1 kN/m² ആണ്. അതിനെയും നമ്മൾ പെർ മീറ്ററിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി 1 ഇൻറ്റു ആ സ്പേസിങ് കൊടുക്കുമ്പോൾ നമുക്ക് വിൻഡ് ലോഡും പെർ മീറ്റർ ലെങ്തിൽ കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ഡെഡ് ലോഡ് ലൈവ് ലോഡ് വിൻഡ് ലോഡ് ഇതിനെല്ലാം തന്നെ നമ്മൾ ഫാക്ടേർഡ് ആക്കണം. അപ്പോൾ അതിന് ഫാക്ടേർഡ് ഡെഡ് ലോഡ് = ഫാക്ടേർഡ് ഡെഡ് ലോഡ് ആക്കണമെങ്കിൽ 0.39 ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു 585 റേഞ്ചിലായിരിക്കും ആൻസർ കിട്ടുന്ന Newton/m. ദെൻ ഫാക്ടേർഡ് ലൈവ് ലോഡ് എടുക്കുമ്പോൾ 1.5 × 1.5 ആണ് വരുന്നത്. 2.25 എന്ന വാല്യൂ കിട്ടും. വിൻഡ് ലോഡ് എടുക്കുമ്പോഴും സെയിം ആണ്. 1.5 × 1.5 2.25 എന്ന് കിട്ടും kN/m. നെക്സ്റ്റ് നമുക്ക് ആ ഷീറ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തേത് ലോഡ് നോർമൽ ടു ഷീറ്റ്. ഇതിൽ നമ്മൾ ഡെഡ് ലോഡും ലൈവ് ലോഡും കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു കോസ് തീറ്റയാണ്. കോസ് തീറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ 28 ഡിഗ്രി തന്നിട്ടുണ്ട്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.39 ആണ്.
പ്ലസ് ലൈവ് ലോഡ് 1.5 ആണ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് 28 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫൈനലി കിട്ടുമ്പം 2.5412 സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. 2.5. ബാക്കി ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഡിജിറ്റ് എടുക്കുന്നതിൽ വ്യത്യാസം വരും. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ആണ്. അടുത്ത് വീണ്ടും വിൻഡ് ലോഡും ഡെഡ് ലോഡും വെച്ചിട്ടാണ് അടുത്ത് നമ്മൾ ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ലോഡ് നോർമൽ ടു ഷീറ്റ്. കാരണം ഒരു റൂഫ് ആകുമ്പോൾ അവിടെ വിൻഡ് ലോഡ് വെച്ചും കാൽക്കുലേറ്റ് ചെയ്യണം, ഡെഡ് ലോഡ് വെച്ചും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം വിൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വിൻഡ് ലോഡും ഡെഡ് ലോഡും വെച്ച് നമ്മൾ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ വിൻഡ് ലോഡ് മൈനസ് വിൻഡ് ലോഡ് പ്ലസ് ഡെഡ് ലോഡ് കോസ് തീറ്റയാണ്. അതിൻ്റെയും വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇനി ഇത് രണ്ടിൽ ഗ്രേറ്റർ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ ക്രിട്ടിക്കൽ ലോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ഡെഡ് ലോഡും ലൈവ് ലോഡും വെച്ച് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ഗ്രേറ്റർ വാല്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. കാൽക്കുലേഷൻ ഓഫ് MZ ആൻഡ് MDZ. മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്തേക്കുന്നത് കണ്ടിന്യൂസ് ബീമായിട്ടാണ്. ഈ MZ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് അസ്യൂം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് എടുക്കാം. എങ്ങനെ എടുത്താലും ലാസ്റ്റ് സാറ്റിസ്ഫൈഡ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ, എന്ന് വെച്ചാൽ സേഫ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ MZ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ MDZ കാൽക്കുലേറ്റ് ചെയ്യണം. MDZ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഇക്വേഷൻ അറിയാം, കോഡ് ബുക്കിലുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഇത്രയും ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ബീറ്റ ബി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ കിട്ടിയതുകൊണ്ട് 1 എന്നാണ് എടുത്തത്. പക്ഷേ ഇതിൽ സെമി കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻ ബീറ്റ ബി ZE/ZP ആണ്. ഈ ഇക്വേഷൻ ഡയറക്റ്റ് കോഡ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബീറ്റ ബിയുടെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, ZP അങ്ങ് കട്ട് ചെയ്ത് പോകും. പിന്നെയുള്ള ZEZ ഇൻറ്റു FI ഗാമ M നോട്ട്. ZEZ സ്റ്റീൽ ടേബിളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, MDZൻ്റെ വാല്യൂ കിട്ടും. MDZ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ 3.22ഉം EMZ എന്ന് പറയുന്നത് 0.57 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ എടുത്ത സെക്ഷൻസ് സേഫാണ്. ബെൻഡിങ് മൊമെൻറ്റ് വരെ ചെയ്താൽ മതി, ഡിഫ്ലക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും കുറച്ച് സ്റ്റെപ്സ് ഉള്ള ഒരു സെക്ഷനാണ് ആംഗിൾ സെക്ഷൻ.